ഹായ് ഓൾ. സോ മാർക്കറ്റ് ഇപ്പം നല്ല രീതിയിൽ ബുള്ളിഷാണ്. ഞാൻ വീക്ക്ലി ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒരെണ്ണം മാർക്ക് ചെയ്തിട്ടായിരുന്നു. സോ അതിനകത്ത് വന്നിട്ട് തിരിയുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. വീക്ക്ലി ഫെയർ വാല്യൂ ഗ്യാപ്പ് ടാപ്പൻ ചെയ്തു. അവിടുന്ന് SMT ഫോം ചെയ്തിട്ട് പ്രൈസ് ഇന്നലെ ഹ്യൂജ് റൺ ആയിരുന്നു, ഹ്യൂജ് റൺ. സോ നിയർലി ഒരു 1000+ പിപ്സ് ആയിരുന്നു മാർക്കറ്റ് ഇന്നലെ മൂവ് ചെയ്തത്. റീട്രേസ്മെന്റ് ഒന്നും എടുക്കുന്നേ ഇല്ലായിരുന്നു. റീട്രേസ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രീമിയത്തിൽ തന്നെ ഇങ്ങനെ റൺ ചെയ്തിരിക്കും, ഡിസ്കൗണ്ടിലേക്ക് വരുന്നേ ഇല്ല. ഷോർട്ട് റേഞ്ചസിൻ്റെ ഡിസ്കൗണ്ട് മാത്രമേ ഉള്ളൂ. സോ ഇന്നലെ എനിക്ക് ഒരു 2 ട്രേഡ് കിട്ടി. സ്കാൽപ്പാണ് ചെയ്തത്. സ്കാൽപ്പ് എന്ന് പറഞ്ഞാലും 100 പിപ്പും 60 പിപ്പാണ് എനിക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്തത്. ഞാൻ ചെറിയ പോർഷനെ എടുത്തോളൂ, ഗ്രീഡ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം കഴിഞ്ഞ 2 ദിവസം ഞാൻ വാച്ച് ചെയ്തപ്പോഴത്തേനും മൺഡേ ആൻഡ് ട്യൂസ്ഡേ വി ഹാഡ് ഗുഡ് മൂവ്സ്, ബട്ട് പെട്ടെന്ന് തന്നെ ലിക്വിഡേറ്റ് ചെയ്യുകയാണ്. ഒരു ഹൈ എടുക്കുക തിരിയുക, ലോ എടുക്കുക തിരിയുക, അങ്ങനെ എന്നിട്ട് എൻട്രി ചെയ്തവരെ ഇറക്കി പിന്നെ മൂവ് ചെയ്യുക എന്നുള്ള പ്ലാനിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. സോ ഗ്രീഡ് വേണ്ടെന്ന് ഓർത്തിട്ട് ഞാനത് അതിനനുസരിച്ച് TP സെറ്റ് ചെയ്ത് തന്നെയായിരുന്നു പൊക്കോണ്ടിരുന്നത്. ആൻഡ് ഇറ്റ് ഡിഡ് റിയലി വർക്ക്. സോ സ്കാൽപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ പോലും 100 പിപ്പും 60 പിപ്പും നമുക്ക് കിട്ടി. ആൻഡ് ദാറ്റ് വാസ് ദ 2 ട്രേഡ്സ് ദാറ്റ് ഐ ടുക്ക് ദിസ് വീക്ക്. വേറെ ട്രേഡ്സ് ഒന്നും എടുത്തിട്ടില്ല. മൺഡേ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ ഒരെണ്ണം മിസ്സായി, കയറിയില്ല. ട്യൂസ്ഡേയും ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ നല്ല വോൾട്ടൈലായിരുന്നു മാർക്കറ്റ്. സോ എനിക്ക് അത്രയ്ക്കും കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്തും കയറിയില്ല. വെനസ്ഡേ വന്നപ്പം ഞാൻ റീട്രേസ്മെൻറ്റ് എടുക്കുമെന്ന് പ്രതീക്ഷിച്ച പോയിന്റിലേക്കൊന്നും പ്രൈസ് വന്നില്ലെങ്കിൽ പോലും ആ ഡയറക്ഷൻ അനുസരിച്ച് ഞാൻ മൂവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തപ്പോഴത്തേനും ആക്ച്വലി 2 നല്ല ട്രേഡ്സ് കിട്ടി. ഞാൻ FOMCക്ക് സാധാരണ ട്രേഡ് എടുക്കാത്തതാണ്, പക്ഷെ ഇന്നലെ എൻ്റെ പഴയ അക്കൗണ്ടിനകത്താണ് ഞാൻ ഈ 2 ട്രേഡും എടുത്തേക്കുന്നത്. സോ എൻ്റെ ഡ്രോ ഡൗണിനകത്തുള്ള ഒരു അക്കൗണ്ട് ഉണ്ട്. സോ അത് പയ്യെ തിരിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ അക്കൗണ്ടിനകത്താണ് ഞാൻ 2 ട്രേഡ് എടുത്തത്. എൻ്റെ മെയിൻ അക്കൗണ്ട്സിനകത്ത് ഒന്നും തന്നെ ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല. സോ ഇന്ന് പ്രൈസ് വാച്ച് ചെയ്യുമ്പോഴത്തേനും പ്രൈസ് ഇപ്പോഴും ബുള്ളിഷാണ്. ഒരു അടുത്ത ഓൾ ടൈം ഹൈയിലേക്കാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാം, ഇപ്പോഴത്തെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി. സോ ഇന്റേണൽ റേഞ്ച് ടു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്ന പോലെ താഴെ നമ്മൾ വീക്ക്ലി ഇന്റേണൽ റേഞ്ചിൽ വന്നിട്ടുണ്ട്. സോ അവിടെ നിന്ന് എക്സ്റ്റേണൽ റേഞ്ചിലേക്ക് പോവാണ്. സോ ഇറ്റ്സ് ഒബ്വിയസ് ദാറ്റ് വി വിൽ ഹിറ്റ് എ ന്യൂ ഹൈ സൂൺ. സോ യാ, ഇന്ന് ഞാൻ രാവിലെ ഇന്ന് CPI കൂടെയാണ്, CPI ന്യൂസ് റിലീസ് ഉള്ളതാണ്. സോ ഞാൻ ന്യൂസിന് ശേഷം മാത്രമേ ട്രേഡ് എടുക്കത്തുള്ളൂ. അതുവരെ ഞാൻ ജസ്റ്റ് ഒന്ന് ടേപ്പ് റീഡ് ചെയ്ത് ജസ്റ്റ് മാർക്കറ്റിനെ പ്രിപ്പയർ ചെയ്യാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഞാൻ ഡെമോ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഐ വിൽ ബി ഷെയറിങ് മൈ അനാലിസിസ് നൗ. സോ വാച്ച് ടിൽ ദി എൻഡ്. സോ ഇതാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ. ഇത് സിൽവറും ഇത് ഗോൾഡും ആണ് കേട്ടോ. സോ ഇപ്പോൾ 4 hour രണ്ടിനകത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്ട്രോങ്ലി ബുള്ളിഷ് ആണ്. നമുക്ക് SMT വന്നേക്കുന്നത് ഈ ലോയിൽ നിന്നാണ്. സോ ഇവിടെ തൊട്ട് ഇവിടെ വരെ ഒരു SMT ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് പ്രൈസ് മൂവ് ചെയ്തേക്കുന്നത്. താഴെ ഇത് കാണാം. ഈ ലോ നമ്മൾ ഗോൾഡിനകത്ത് എടുത്തിട്ടില്ല, പക്ഷെ സിൽവറിനകത്ത് അതേ സമയം ഇത് ഈ ലോ എടുത്തിട്ടുമുണ്ട്. ആൻഡ് ഇതാണ് ആ വീക്ക്ലി ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്ക് ചെയ്തത്. അതിനകത്തോട്ട് വന്നിട്ടാണ് തിരിഞ്ഞത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫുൾ റേഞ്ച് തന്നെ 1620 പിപ്പുണ്ട്. ഇത് ഇങ്ങോട്ട് റീട്രേസ്മെന്റ് ഇപ്പോഴും പ്രീമിയത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഡിസ്കൗണ്ടിനകത്തോട്ട് വന്നിട്ടേ ഇല്ല. ഇത് ഇനി എത്രത്തോളം ക്രേസി മാർക്കറ്റ് ആയിരിക്കും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ബട്ട് ഇറ്റ്സ് ഗോയിങ് ദാറ്റ് വേ. അത് നോക്കി വേണം ട്രേഡ് എടുക്കാൻ. ഇപ്പോൾ ഹയർ ടൈം ഫ്രെയിം വെച്ച് ബുള്ളിഷാണ്. ഇപ്പോൾ ഈ ക്യാൻഡിൽസ് എല്ലാം തന്നെ ബുള്ളിഷായിട്ട് തന്നെ ക്ലോസ് ചെയ്യുന്നത്. ഈ ക്യാൻഡിലിന് കുഞ്ഞൊരു വിക്കേ ഉള്ളൂ. സോ ദിസ് മൈറ്റ് കം ഡൗൺ. നമുക്ക് ഇവിടെ ഒരു ബൈ സൈഡ് ഉണ്ട്. ആൻഡ് ഇതാണ് ആ പ്രീവിയസ് വീക്ക് ഹൈ അല്ലെങ്കിൽ ഓൾ ടൈം ഹൈ. ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈസ് നിൽക്കുന്നത്. ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലും ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലും കൂടെ ഉണ്ട്. വാച്ചിങ് ഓൺ ദീസ് ലെവൽസ്. ഇപ്പോൾ തൽക്കാലത്തേന് ഞാൻ ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നത് ഈ ഒരു റേഞ്ചിൻ്റെ ഏഷ്യൻ ലോ തൊട്ട് ഹൈ വരെയുള്ള ഈ റേഞ്ചിൻ്റെ ഡിസ്കൗണ്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ നിന്ന് തിരിയാനുള്ള പോസിബിലിറ്റി കാണിക്കുന്നുണ്ട്. വി ഹാവ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് ഓർഡർ ബ്ലോക്ക് ഉണ്ടാക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം 5 മിനിറ്റ് ഡിസ്പ്ലേ ചെയ്യുമെന്ന് കൂടെ നോക്കണം. ഇവിടെ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഫോം ചെയ്യുമായിരിക്കും. സോ വാച്ചിങ് ഓൺ ദിസ്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ ഗെറ്റ് എൻ എൻട്രി ഹിയർ. ഞാൻ ഈ ബ്രേക്കറിനകത്തായിരിക്കും എൻട്രി എടുക്കാനുള്ള പോസിബിലിറ്റി തരുന്നതനുസരിച്ച്. ചിലപ്പോൾ നല്ല ഡ്രോപ്പ് ആണെങ്കിൽ ഐ മൈറ്റ് നോട്ട് ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി. ബട്ട് വാച്ച് ചെയ്യുന്നത് ഞാൻ അവിടെയാണ്, ഈ ഒരു ലെവലാണ് ഞാൻ വാച്ച് ചെയ്യുന്നത്. സോ ഇതിൻ്റെ താഴേക്ക് ക്ലോസ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യണം. സോ ഒരു അലാറം സെറ്റ് ചെയ്ത് വെച്ചേക്കാം. സോ ഇവിടെ സെറ്റ് ചെയ്യാം. just that we know what's going to happen. So ഏഷ്യൻ സെഷൻ്റെ റേഞ്ച് നമ്മൾ സിൽവറിനകത്ത് നോക്കിക്കഴിഞ്ഞാലും പ്രൈസ് ഇതൊക്കെ റെസ്പെക്ട് ചെയ്താൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഇപ്പം
ഇൻ കേസ് ബുള്ളിഷ് ആയിട്ട് ഇനിയും മൂവ് ചെയ്യാനാണെങ്കിൽ ഇതൊന്നുകൂടെ ഡിസ്കൗണ്ടിനകത്തോട്ട് വരണം. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് SMT ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഗോൾഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫുൾ റേഞ്ച് ഇത്രത്തോളം എക്സ്പാൻഡ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷെ സിൽവറിനകത്ത് ആ ഒരു റേഞ്ച് അത്രത്തോളം എക്സ്പാൻഡഡ് അല്ല. അതുകൊണ്ട് നമ്മൾ ഒരു റീട്രേസ്മെന്റ് ബാക്ക് ടു ഡിസ്കൗണ്ട് എടുക്കുമ്പോഴത്തേനും ഇവിടുന്ന് താഴേക്കൊരു മൂവ്മെന്റ്, സോ ഇവിടുന്ന് ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഈ റേഞ്ചിലേക്ക് തരുവാണെങ്കിൽ, എന്നിട്ട് ഇവിടെ നിന്നാണ് ബൗൺസ് ആകുന്നതെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഈ ഏഷ്യൻ ലോ ഒന്ന് ഇതെടുക്കും. സിൽവറിനകത്ത് ഈ ഏഷ്യൻ ലോ എടുക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ വരുമ്പോഴത്തേനും. നമുക്കിവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. വാച്ചിങ് ഓൾ ദീസ് ലെവൽസ്, ഇതെല്ലാം ഒന്ന് മാർക്ക് ചെയ്തിട്ടിട്ടാണ് ഞാൻ വാച്ച് ചെയ്യുന്നത്. സോ പ്രൈസ് ഇതിലേക്ക് ഈ റേഞ്ചിൽ ഡിസ്കൗണ്ടിനകത്തോട്ട് വരുമോ എന്ന് നോക്കണം. ഈ റേഞ്ച് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ടിനകത്തുള്ള ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്യാതെ കിടക്കുന്ന ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിനകത്തോട്ടായിരിക്കാം പ്രൈസ് വരുന്നത്. ദെൻ വി വിൽ ഹാവ് എൻ SMT. അവിടെ നിന്നിട്ട് ബുള്ളിഷ് മൂവ് എക്സ്പെക്ട് ചെയ്യാമെന്നാണ്. സോ ദാറ്റ്സ് മൈ പ്ലാൻ റൈറ്റ് നൗ. പക്ഷേ ഒരു പ്ലാനിനകത്തോട്ട് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നില്ല. മാർക്കറ്റ് എന്ത് ഓഫർ ചെയ്യുന്നതനുസരിച്ച് റിയാക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പഠിച്ചത്. സോ ദാറ്റ്സ് വാട്ട് ഐ ആം ഗോണ ഫോളോ. ജസ്റ്റ് വെയിറ്റ് ചെയ്യാണ്, എന്നിട്ട് നല്ല ഓപ്പർച്യൂണിറ്റി എന്നാന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് റിയാക്ട് ചെയ്യാം. ഇവിടുത്തെ കേസിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 മിനിറ്റിൽ ഇൻവേർഷൻ നടന്നിട്ടുണ്ട്. 1 മിനിറ്റാണ് ഇൻവേർഷൻ നടന്നിട്ടുണ്ട്. വി ഹാവ് എ അഡ്വാൻസ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഹിയർ. സോ അത് താഴോട്ട് തന്നെ മൂവ് ചെയ്യുമായിരിക്കും. ഇവിടെ താഴെ ക്ലോസ് ചെയ്യാതൊരു കൺഫർമേഷൻ ഇല്ല. ഈ ഓർഡർ ബ്ലോക്ക് റെസ്പെക്ട് ചെയ്തില്ല. ഇത് പ്രൊപ്പൽഷൻ ആണ്, ഇത് പ്രൊപ്പൽഷൻ ബ്ലോക്ക്. ഇത് റെസ്പെക്ട് ചെയ്തില്ല. പക്ഷേ ഈ റേഞ്ചിൻ്റെ ഇതൊരു ബ്രേക്കറും കൂടെ ആട്ടോ. അലാറം ഹിറ്റ് ചെയ്തിട്ടുണ്ട്. So let's watch. സോ ന്യൂസ് വരുന്നതനുസരിച്ച്, ഐ മീൻ ട്രംപ് ഓരോന്നോരോന്ന് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നതനുസരിച്ച്, ഞാൻ മെയിനായിട്ട് ട്രംപിൻ്റെ ന്യൂസ് വാച്ച് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് എൻ്റെ വീഡിയോസിനകത്തെല്ലാം തന്നെ പുള്ളിയെക്കുറിച്ച് പറയുന്നത്. ഐ റിയലി ലവ് ദാറ്റ് ഗൈസ്, ബട്ട് പുള്ളി മാർക്കറ്റ് അത് ഇച്ചിരി മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എനിവേ, നല്ല രീതിയിൽ ഡംപായ മാർക്കറ്റ് ഒരു ദിവസം കൊണ്ട് തന്നെ റിക്കവർ ചെയ്യുന്നു, പിന്നെയും ഡംപ് ചെയ്യുന്നു, പിന്നെ റിക്കവർ ചെയ്യുന്നു. അങ്ങനെയാണ് ഇപ്പം നടക്കുന്നത്. നാസ്ഡാക്ക് ഒന്ന് വാച്ച് ചെയ്ത് നോക്കണം. നാസ്ഡാക്ക് നമുക്ക് ലിസ്റ്റ് നോക്കണം. ഫ്യൂച്ചേഴ്സ് CME ഇതുണ്ട്. ഇപ്പം ഇത് ഇന്നലെ പമ്പ് ചെയ്തതാണ് ന്യൂയോർക്കിൻ്റെ PM സെഷനിൽ. പമ്പ് നോക്കി. ഇത് FOMC മിനിറ്റിൻ്റെ സമയത്ത് പമ്പായതാണ്. സോ പമ്പിന് ശേഷം മാർക്കറ്റ് പിന്നെ കൺസോളിഡേറ്റ് ചെയ്തു. ആദ്യം ഇത് ഡംപൊക്കെ ആയതാണ്, മാർക്കറ്റ് നല്ല രീതിയിൽ ഡംപായതാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഡംപ് ചെയ്തു, അവിടെ നിന്ന് പിന്നെ ക്ലൈംബ് ചെയ്തു. മാർക്കറ്റ് ഇസ് റിയലി ഗോയിങ് ഗ്രേറ്റ്. ഇവിടെയൊക്കെ ലിക്വിഡിറ്റി ഭയങ്കരമാണ്. ആൻഡ് ഓൾസോ ഭയങ്കര വോളറ്റൈലാണ് മാർക്കറ്റ്. ഈ ഒരു ക്യാൻഡിൽ തന്നെ ഒരു ക്യാൻഡിൽ തന്നെ നോക്കി എത്രത്തോളം മൂവ് ചെയ്യുന്നുണ്ടെന്ന്. ഇറ്റ്സ് ക്രേസി ഹൗ ഇറ്റ് ഗോസ്. ആൻഡ് ചൈനയുടെ മേലിൽ 125% ടാരിഫാണ് ഇപ്പം ട്രംപ് ഇംപ്ലിമെന്റ് ചെയ്തത്. ആൻഡ് കൈൻഡ് ഓഫ് എ ട്രേഡ് വാർ ഇസ് ഗോയിങ് ഓൺ. അവർ നെഗോഷിയേഷനകത്തോട്ട് എത്തിയിട്ടില്ല എന്നാണ് ഇതുവരെ കണ്ടത്. സോ ഇതെല്ലാം നോക്കി കാണണം. പക്ഷേ അധികം ഇമ്പാക്റ്റ് എനിക്കൊന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ജസ്റ്റ് ഒരു ദിവസത്തെ റെഡ് ബ്ലീഡിംഗ് ഡേ ഉണ്ടായിരുന്നേ ഉള്ളൂ. അല്ലാതെ തന്നെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വലിയ ഐഡിയ ഇല്ല. ഞാൻ അധികം ഇന്ത്യൻ മാർക്കറ്റ് അങ്ങനെ വാച്ച് ചെയ്യാറില്ല. ബട്ട് സ്റ്റിൽ ന്യൂസസ് ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാം വഴിയും അല്ലാതൊക്കെ വരുന്നത് കാണാറുണ്ട്. സോ ഇത് അകത്ത് ക്ലോസ് ചെയ്യണം. 3 മിനിറ്റ് ഇപ്പം ഇത് താഴോട്ട് ക്ലോസ് ചെയ്യാൻ നോക്കണം. SMT വാച്ച് ചെയ്യാനാണെങ്കിൽ SMT ഒന്നും തന്നെ കാണുന്നില്ല. ഹയർ ടൈം ഫ്രെയിം കൺഫർമേഷൻ വല്ലതും ഉണ്ടോ? ഇത് ഇപ്പം സ്റ്റാക്ക് ചെയ്താൽ പോകുന്നത്. ഇത് ഇങ്ങനത്തെ ഒരു ഫോർമേഷൻ കാണുമ്പോൾ തന്നെ താഴോട്ടൊന്ന് വരണം, കുറച്ച് ലോസ് എങ്കിലും എടുക്കണമെന്നുള്ളൊരു ഐഡിയ എനിക്കുണ്ട്. സോ അതിനെ ബേസ് ചെയ്തും കൂടെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ 1 മിനിറ്റ് കൂടെ ഉണ്ട്. അത് എങ്ങനെ ക്ലോസ് ചെയ്യുമെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് എൻട്രീസ് പ്ലാൻ ചെയ്യാം. ഈ ആഴ്ച നിങ്ങളുടെ എങ്ങനെ പോയെന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഐ മീൻ ഹൗ ഗ്രേറ്റ് ദ വീക്ക് വാസ്. ചിലർക്ക് ലോസസ് ആയിരുന്നു, ചിലർക്ക് വിന്നായിരുന്നു. ഞാനൊരു പോൾ ഇട്ടായിരുന്നു, പക്ഷെ 2 വോട്ടേ വന്നിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ വി ഹാവ് 50-50 ഓൺ ദാറ്റ്.
എനിക്ക് ഈ ആഴ്ച പോസിറ്റീവ് ആയിരുന്നു. ഐ ഡിൻ ലൂസ് മച്ച് മണി, ഐ ഡിൻ ലൂസ് എനി മണി ടു ബി സ്പെസിഫിക്. കഴിഞ്ഞ ആഴ്ച നമുക്ക് ലൂസിങ് സ്ട്രീക്ക് പോലെ ഒരു 3 ലോസസ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായി. ആൻഡ് വി ക്ലോസ് ഇറ്റ് 0% വിൻ റേറ്റിലാണ് ക്ലോസ് ചെയ്തത്. ഈ ആഴ്ച 100% വിൻ റേറ്റ് ആണ്, കാരണം 2 ട്രേഡ് എടുത്തിട്ടുള്ളൂ, 2 വിന്നേഴ്സ് ആയിരുന്നു. ഇനി CPIയുടെ ഈവനിങ്, ഇന്ന് നൈറ്റ് ആയിരിക്കും നമ്മൾ ന്യൂസ് റിലീസിന് ശേഷമായിരിക്കും ട്രേഡ് എടുക്കുന്നത്. ഓൾസോ ടുമോറോ, നാളെ നമുക്ക് PPI ഉണ്ട്. സോ അതും ലണ്ടൻ ട്രേഡ് എടുക്കുന്നില്ല, ന്യൂയോർക്ക് മാത്രം. സോ അതിന് നോക്കി കാണണം ഹൗ വെൽ വി ഗോ. അധികം ട്രേഡ് ഒന്നും വേണ്ട, ചില സമയത്ത് ജസ്റ്റ് എന്ത് മാർക്കറ്റ് തരുന്നു എന്നുള്ളത് എടുത്തിട്ട് മൂവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സോ ബാക്കി ദിവസം പീസ്ഫുൾ ആയിട്ട് ഇരിക്കാനും പറ്റും. ആൻഡ് ഓൾസോ അധികം സ്ട്രെസ്ഡ് ആകണ്ട, ഓവർ ലെവറേജിങ് ഓവർ ട്രേഡിങ് ഒന്നും വേണ്ട, അങ്ങനത്തെ കേസൊക്കെ ഉണ്ട്. സോ take what market offers and leave the rest. We just need the piece of the pie. ഇവിടെ ചേഞ്ച് സ്റ്റേറ്റ് തരുന്നുണ്ട്. സോ വി ഹാവ് എ ബ്രേക്കർ ഇയർ. ഇപ്പോൾ 15 സെക്കൻഡ് ഇത് ക്ലോസ് ചെയ്യും. സോ ബ്രേക്കർ. നമുക്ക് ഇതിനകത്തൊരു എൻട്രി ഇവിടെ വെക്കാം. ഇത് സ്പ്രെഡ് കൂടില്ല ഇതിനകത്ത്, ട്രേഡിങ്ങിനകത്ത്. We keep it here. ഇതൊരു ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ്. സോ അതിന് മേളിലേക്ക് നമുക്ക് പ്രൈസ് വെക്കാം. Let's see if we get triggered. Short. ഇത് ഇപ്പം തന്നെ 50 പിപ്പിൻ്റെ SL ഉണ്ട്. കാരണം ഈ മാർക്കറ്റ് ഇപ്പോൾ ഭയങ്കര വോളറ്റൈൽ ആയതുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് പ്ലേസ്മെന്റ് ഇച്ചിരി ടാസ്ക് ആണ്. ചില സമയത്ത് 100 പിപ്പ് 200 പിപ്പ് ഒക്കെയാണ് സാധനം തരുന്നത്. ഒരു ക്യാൻഡിൽ സ്വിംഗ് ഒക്കെ എടുക്കണമെങ്കിൽ ഇപ്പം 1 മിനിറ്റിലൊക്കെ പോയി എൻട്രി എടുക്കുന്ന ഇച്ചിരി ക്ലീൻ എന്ന് തോന്നുന്നു. ക്ലീൻ എന്ന് പറഞ്ഞാൽ SL വാല്യൂ ഇച്ചിരി, പക്ഷെ എന്നാലും നല്ല രീതിയിൽ കൺഫർമേഷൻ വേണം, അല്ലെങ്കിൽ പണി കിട്ടും. സോ ഇവിടുത്തെ കേസിൽ ഇത്ര ഈ സ്വിംഗ് മാത്രമേ പിടിക്കാൻ പറ്റത്തുള്ളൂ. സോ ദാറ്റ്സ് വൈ ഇങ്ങനെ എൻട്രി സെറ്റ് ചെയ്തേക്കുന്നത്. ലെറ്റ്സ് സീ ഇഫ് വി ഗെറ്റ് എൻ എൻട്രി ഹിയർ. നല്ല ഡ്രോപ്പാണെങ്കിൽ തിരിച്ച് ഇതിനകത്തോട്ട് വരണമെന്നില്ല കേട്ടോ. അവിടുന്ന് മാർക്കറ്റ് ഓർഡർ എടുക്കുന്ന ഏറ്റവും നല്ലത് ചില സമയത്ത്. പക്ഷെ ചില സമയത്ത് മാർക്കറ്റ് ഓർഡർ എടുക്കാനും പറ്റത്തില്ല. ഞാൻ MT5 ചെയ്യുന്നത്. സോ മാർക്കറ്റ് ഓർഡർ എടുക്കാൻ പോയി കഴിഞ്ഞാൽ SL വാല്യൂ മാറിപ്പോകും, എൻ്റെ റിസ്ക് മാറിപ്പോകും. സോ എനിക്ക് പെൻഡിങ് ആണ് മിക്ക സമയത്തും വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതിന് മണ്ടയിലായിരിക്കാം പ്രൈസ്. അപ്പം തന്നെ മാർക്കറ്റ് ഓർഡർ എടുത്താൽ പിന്നെയും കുഴപ്പമില്ല. എനിക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ മാർക്കറ്റ് ഓർഡറിൽ പ്ലേസ്മെൻറ്റ് ഇപ്പം ചെയ്യാറുള്ളൂ. MT5 ആണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കുഴപ്പമില്ല, എനിക്ക് ഓക്കെയാണ്. സോ ഇത് ട്രിഗർ ആവും നോക്കാം. സോ അത് നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ ഗുഡ് മൂവ്. നല്ല ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് മാർക്കറ്റിൽ. സോ ഞാനൊരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പ്രൊജക്ഷനോട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് എൻട്രി കിട്ടുമെന്ന് അറിയില്ല. സോ നമുക്ക് ഇത് ഇച്ചിരി നിറക്കി വെക്കാം. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനകത്തോട്ട് വെക്കാം, അല്ലെങ്കിൽ ഈ ബ്രേക്കറിൻ്റെ ഈ വിക്കിനകത്തോട്ട് വെക്കാം. Something like this. ഞാൻ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പ്രൊജക്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഈ 4 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അലൈൻ ആകുന്നത് 4.5 ഒക്കെ അലൈൻ ആകുന്നത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനകത്ത് തന്നെയാണ്. ഓൾസോ ദാറ്റ്സ് എ ഡിസ്കൗണ്ട് ഓഫ് ദറ്റ് റേഞ്ച്. ഒരു ഇക്വിലിബ്രിയം വരെ ചെല്ലും. ഡിസ്കൗണ്ടിനകത്ത് പ്രോപ്പറായിട്ട് ഇറങ്ങണമെങ്കിൽ കുറച്ചുകൂടെ ഇറങ്ങണം. സോ അതാണ് ഞാൻ ടാർഗറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക. 1:3 ഉണ്ട്. നിയർലി ഒരു 200 പിപ്സ് ഉണ്ട്. ഇത് 1910 190 പിപ്സിൻ്റെ അടുത്ത് മൂവുള്ളൊരു റേഞ്ചാണ്. സോ ഇതിനകത്ത് ട്രിഗർ ആവുമെന്ന് അറിയില്ല. ഇത്രത്തോളം എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രിഗർ ആകാൻ ചാൻസ് കുറവാണ്. ഓൾസോ നല്ല ഡിസ്പ്ലേസ്മെന്റിൽ മാർക്കറ്റ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനകത്ത് വന്ന് അപ്പം തന്നെ റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. സോ എങ്ങനെയാണ് മാർക്കറ്റ് പെർഫോം ചെയ്യുന്നത് നോക്കണം. ഇവിടെ സിൽവറിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ സിൽവർ ഇറങ്ങിയിട്ടേ ഇല്ല. സിൽവർ അവിടെ ഹോൾഡ് ചെയ്യുവാണ്. ഇത്രയും ഡിസ്പ്ലേസ്മെന്റ് ഗോൾഡിനകത്ത് തന്നിട്ടും സിൽവർ അവിടെ ഹോൾഡ് ചെയ്യുവാണ്. ഈ ഒരു ലോ എടുത്തിട്ടുണ്ട്. സോ ഇവിടുന്ന് ഒരു SMT പോലെ ഫോം ചെയ്യുന്നുണ്ട് ഇങ്ങനെ. ഇതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക്. സോ ദിസ് ഈസ് ഹൗ ഐ വാച്ച് മാർക്കറ്റ്സ്. ഇതാ പറഞ്ഞത്, ചില സമയത്ത് മാർക്കറ്റ് ഓർഡർ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഇറ്റ്സ് ഓക്കെ. ചില സമയത്ത് നമുക്ക് മാർക്കറ്റ് പ്രൈസ് ഡെലിവറി തരത്തില്ല. ഇറ്റ് ഹാപ്പൻസ്. സോ ദർ ഇസ് നത്തിങ് ടു ഡു അബൌട്ട് ഇറ്റ്. ജസ്റ്റ് വെയിറ്റ് ചെയ്യാന്നുള്ളത് അല്ലാതെ വേറെ വഴിയില്ല. തന്നാൽ എടുക്കാം, ഇല്ലെങ്കിൽ ജസ്റ്റ് ഡയറക്ഷൻ മാത്രം വാച്ച് ചെയ്യാം.
ജസ്റ്റ് ഒന്ന് നമുക്ക് ഡോളറും കൂടി ഒന്ന് വാച്ച് നോക്കാം. ഡോളർ ആക്ച്വലി താഴോട്ട് ഇറങ്ങുന്നുണ്ട്, താഴോട്ട് ഇറങ്ങിയിട്ട് കയറുന്നുണ്ട്. ഡോളർ ചെറിയ റീട്രേസ്മെന്റ് എടുക്കുമ്പോഴായിരിക്കും നമ്മൾ താഴോട്ട് ഇത്രയും മൂവ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ഗുഡ് മൂവ്, ഇറ്റ് വാസ് എ ഗുഡ് മൂവ്. ആക്ച്വലി ഇത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതിനകത്ത് ഇവിടുന്ന് കയറായിരുന്നു. ഇതൊരു ഡീലിംഗ് റേഞ്ച് ആണ്. ഈ ഡീലിംഗ് റേഞ്ചിന്റെ OT ഒന്ന് നമുക്ക് നോക്കാം. ഇക്വിലിബ്രിയം ഇവിടെ വരുന്നതാണ്. നമ്മൾ ഇക്വിലിബ്രിയത്തിനകത്ത് തന്നെയാണ് നമ്മൾ എൻട്രി വെച്ചേക്കുന്നത്. സോ ഇത് ടാപ്പിംഗ് ചെയ്താൽ വിൽ ഗെറ്റ് എ ഗുഡ് എൻട്രി. ഇത് ഡിസ്കൗണ്ടിനകത്തോട്ട് ഇതിപ്പോൾ ഡിസ്കൗണ്ടിനകത്ത് നിൽക്കുന്നത്. ഇവിടെ നിന്ന് പ്രീമിയത്തിലേക്ക് വന്നതിന് ശേഷം പിന്നെ താഴോട്ട് മൂവ് ചെയ്യണം എന്നാണ് പ്ലാൻ. സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെ റണ്ണേഴ്സ് പോയി കഴിഞ്ഞാൽ അത് ചേസ് ചെയ്യാതിരിക്കാൻ നോക്കണം. ഞാൻ പേഴ്സണലി ചെയ്യുന്നൊരു കാര്യം കൂടിയാണ്. ഇപ്പോൾ ഓടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോയി പിടിക്കാൻ നോക്കിയാണ്ടല്ലോ പൈസ പോകുന്നല്ലാതെ വേറെ വഴിയില്ല. സോ ഐ ഡോണ്ട് ചേസ് റണ്ണേഴ്സ് എനിമോർ. അങ്ങനെ ഇടയ്ക്ക് അങ്ങനെ പിന്നെയും മിസ്റ്റേക്സ് പറ്റും, പക്ഷേ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. സോ ഇപ്പം ഇത് കണ്ടോ, സിൽവർ ഇപ്പം ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. നല്ല ഇവിടെ ഒരു ഇക്വലോ ഉണ്ട് കേട്ടോ. സോ വി മൈൻഡ് ചേസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ചിലപ്പോൾ കിട്ടുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ പോയി കയറി കഴിഞ്ഞാലും ഇപ്പം ഇത്രയും പ്രീമിയത്തിൽ നിന്ന് താഴോട്ട് ഡിസ്കൗണ്ടിലേക്ക് മൂവ് ചെയ്ത സാധനമായതുകൊണ്ട് ഇത് തിരിച്ചൊരു റീട്രേസ്മെൻറ്റ് എടുക്കാനുള്ള പോസിബിലിറ്റി കൂടുതൽ തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ ഒരു എൻട്രി എടുത്തെന്ന് വിചാരിക്കുക. ഇത് സെയിം SL വാല്യൂ ആണ്, ഞാൻ മേലെ വെച്ചേക്കുന്ന സെയിം SL വാല്യൂ. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചേക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു എൻട്രി എടുത്തു. ഇവിടെ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേഞ്ച് ഉണ്ട്. 100 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. സോ 1:1 കിട്ടത്തുള്ളൂ. RR മോശമാണ്. ഞാൻ എപ്പോഴും എയിം ചെയ്യുമ്പോൾ 1:2 ആൻഡ് എബോവ് ആണ് ഞാൻ എപ്പോഴും എയിം ചെയ്യുന്നത്. ആൻഡ് ഇപ്പോൾ ഇവിടെ എൻട്രി എടുത്താലും ഇതിപ്പോൾ പ്രീമിയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ SL അടിക്കുന്നത് നിങ്ങൾക്ക് കാണാം. സോ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇത് മാറ്റി വെച്ചേക്കുന്നത്. സോ ദിസ് ഇസ് വൈ ഡോണ്ട് ചേസ് ദ പ്രൈസ് ചേസ് ചെയ്യുമ്പോഴത്തേനും അത് റിവേഴ്സ് ചെയ്താൽ വെറുതെ ഒരു ലോസും ആവും. പിന്നെ ഓൾസോ മൈൻഡ് സെറ്റിനൊരു ഡാമേജ് കൂടിയാണത്. യുനോ വേണ്ടായിരുന്നു, നിന്നോട് പറഞ്ഞല്ലേ അതിനകത്ത് കയറില്ലെന്ന് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ വരും. ഞാൻ അങ്ങനെ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് സോ ടെറിഫിക്. സോ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എൻട്രി എടുത്തിരുന്നെങ്കിൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ വിക്ലെസ് ക്യാനിലാണ്, ഇതിനകത്തോടെ എല്ലാം പ്രൈസ് വരാൻ ചാൻസ് ഉണ്ട്. സോ ജസ്റ്റ് വള്ളി വാങ്ങിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. തരുന്നത് എടുക്കുക, തരുന്നില്ലാത്തത് വിടുക എന്നുള്ളതാണ്. നമുക്കിവിടെ ഒരു SMT കൂടെ ഫോം ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ തന്നെ വന്നാലും ജസ്റ്റ് ഒന്ന് റീട്രേസ്മെന്റ് എടുക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. സിൽവർ അവിടെ നിന്ന് പിന്നെയും ക്ലൈം ചെയ്യാനും കൂടെ തുടങ്ങി. പ്രൈസ് ചേസ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു ലക്കിന് കളിക്കുന്ന പോലെയാണ്. അത് നമ്മുടെ ഫേവറിൽ വർക്കൗട്ട് ആയെങ്കിൽ യു ആർ ലക്കി. പക്ഷെ ആ ലക്ക് എപ്പോഴും ഫോളോ ചെയ്യണമെന്നില്ല. സോ അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനത്തെ മാർക്കറ്റ്സ് അവോയ്ഡ് ചെയ്യുക. ചില സമയത്ത് ഔട്ട് ഓഫ് ഫോമാണ്, നമുക്ക് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ഓക്കെ, അത് പോയല്ലോ എന്നുള്ള പേടി അല്ലെങ്കിൽ അയ്യോ വിഷമം കാരണം മാത്രമാണ് നമ്മൾ അങ്ങനത്തെ ട്രേഡ്സിനകത്ത് പോയി കയറുന്നത്. പിന്നെ വേറെ ഒന്ന് വാച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 2.5 സ്റ്റാൻഡേർഡ് ഡീവിയേഷനുകളുണ്ട്. ഇങ്ങനെ 2.5 സാധാരണ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു റീട്രേസ്മെന്റ് ആണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് റിവേഴ്സലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. റീട്രേസ്മെന്റ് ഓർ റിവേഴ്സൽ എന്നാണ് ആ 2.5 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സാധാരണ പ്രൊജക്ട് ചെയ്യാറ്. ചില സമയത്ത് നല്ല എക്സ്പാൻഷൻ ഉള്ള ഒരു റേഞ്ച് ആണെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ താഴോട്ട് പോകുമായിരിക്കും, 4 പോയിട്ടായിരിക്കും റിവേഴ്സ് ചെയ്യാൻ ഉള്ള ചാൻസ്. ബട്ട് ചില സമയത്ത് മാർക്കറ്റ് ഇവിടെ നിന്ന് തന്നെ റിവേഴ്സ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. പിന്നെ ഇതിപ്പോൾ ലണ്ടൻ ഓപ്പൺ ആയിട്ടില്ല, ഇത് 1 o'clock ആയതേ ഉള്ളൂ, 1:30 കഴിഞ്ഞതേ ഉള്ളൂ. ലണ്ടൻ ഓപ്പൺ ആകുന്നത് എവിടെയാണെന്നും കൂടെ നോക്കണം. പ്രൈസ് എങ്ങനെയാണ് ഓപ്പൺ ആകുന്നതെന്നും കൂടെ ജസ്റ്റ് 4 hour ക്യാൻഡിൽ, അടുത്ത 4 hour ക്യാൻഡിൽ എങ്ങനെയാണെന്നും കൂടെ ജസ്റ്റ് വാച്ച് ചെയ്യണം. ചിലപ്പോൾ ജസ്റ്റ് താഴോട്ട് വന്നിട്ട് നല്ല കയറി തന്നെ പോകും. ഇവിടെ ഒരു 1 hour ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടെ ഉണ്ട്.
ഞാനത് വരച്ചില്ലായിരുന്നു, ഇപ്പോഴാണ് കാണുന്നത്. 1 hour ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. 1 hourൽ നമുക്ക് സിൽവറിനകത്ത് അങ്ങനെ ഫെയർ വാല്യൂ ഗ്യാപ്പേ ഇല്ല. സിൽവറിൻ്റെ കേസ് നോക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് അത് ഇതിന് വേണ്ടി ക്ലോസ് ചെയ്തു. വി ഹാവ് ആൻ ഓർഡർ ബ്ലോക്ക് ഹിയർ. പ്രൊപ്പൽഷൻ ബ്ലോക്ക് ആയിട്ടും കൂടെ കൺസിഡർ ചെയ്യാം. ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഹോൾഡ് ചെയ്തിട്ട് മേലേക്ക് കയറി ഇതിൽ ഹോൾഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റില്ല, എനിക്ക് ഈ മാർക്കറ്റ് കണ്ടിട്ട് താഴോട്ട് തന്നെ വരുമെന്ന് തോന്നുന്നു. നല്ല റണ്ണാണ് വന്നേക്കുന്നത്. സോ ഞാനിത് ഇത്തന്നെ ഇറങ്ങുകയാണ്. ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് ടു കം ബാക്ക്. ഇതിന് തിരിച്ച് അതേപടി വന്നാലും പ്രൈസ് അതേപോലെ ഡെലിവറി ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഞാൻ ആ ഓർഡർ അങ്ങ് ക്ലോസ് ചെയ്തു. ഇനി അവിടെ എൻട്രി എടുക്കാനുള്ളൊരു കോൺഫിഡൻസ് എനിക്കില്ല. കാരണം നമുക്ക് ഇവിടെ നിന്ന് ഒരു SMT ഓൾറെഡി ഫോം ചെയ്യുന്ന ഇപ്പോൾ ഉണ്ട്. ഇത് ഹോൾഡ് ചെയ്യുമെന്ന് അറിയില്ല. ബട്ട് ഇവിടെ വന്ന് റിവേഴ്സ് ചെയ്യുന്ന പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ ഇനി ഇന്നത്തെ എൻട്രി ഉള്ളൂ. കാരണം ഇത്രത്തോളം താഴോട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് തിരിച്ചു കയറി പോവുകയാണെങ്കിൽ ചിലപ്പോൾ അത് നമുക്കിട്ട് പണി തരും. ആൻഡ് ഓൾസോ നമുക്കിവിടെ ഒരു ഹവർലി ഫെയർ വാല്യൂ ഗ്യാപ്പിനകത്തോട്ട് വന്നതിന് ശേഷമാണ് പ്രൈസ് ഇപ്പോൾ റിയാക്ട് ചെയ്യുന്നത്. സോ ഐ ഹാവ് ടു വാച്ച് ദാറ്റ്. ഓൾസോ 2.5 കൂടെ എത്തിയിട്ടുണ്ട്. 2.5 സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കൂടെ എത്തിയിട്ടുണ്ട്. വാച്ച് ചെയ്യണം. ഇപ്പോൾ കറൻ്റ്ലി 4 hour നല്ല ബുള്ളിഷ് ആയതുകൊണ്ടാണ് ഞാനത് അതിനനുസരിച്ച് അങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. സോ ഞാനൊരു ക്വിക്ക് സ്കാൽപ്പ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ചെയ്ത് കണ്ടപ്പോൾ തന്നെ ഞാനൊരു സ്കാൽപ്പ് എടുത്തു. ദ റീസൺ വൈ വി ഷുഡൻ ചേസ് പ്രൈസ്, ഞാനിപ്പോൾ താഴെ ചേസ് ചെയ്തെന്ന് പറഞ്ഞതിൻ്റെ റീസൺ അത് കാണിക്കാൻ വേണ്ടിയിട്ട് വരച്ചിട്ടാണ്. സോ ഇതുണ്ടാവും, നമ്മൾ ഓൾറെഡി നമ്മുടെ SL അടിച്ചു. സോ പ്രൈസ് ചേസ് ചെയ്ത വിഷയം മാർക്കറ്റ് പ്രീമിയത്തിൽ നിന്ന് ഡിസ്കൗണ്ടിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം പിന്നെയും പ്രീമിയത്തിൽ വന്നിട്ട് മാത്രമേ ഡിസ്കൗണ്ടിലേക്ക് മൂവ് ചെയ്യത്തുള്ളൂ. ആൻഡ് ഇവിടുത്തെ കേസിൽ നമ്മൾ ഡിസ്കൗണ്ടിനകത്തായിരുന്നു. ഡിസ്കൗണ്ടിൽ നിന്ന് പ്രൈസ് റിയാക്ട് ചെയ്ത് താഴോട്ട് മൂവ് ചെയ്തു. അതുകൊണ്ട് അത് പ്രീമിയത്തിൽ വരാതെ ഇനി താഴോട്ട് പോകത്തില്ല, ഇൻ കേസ് വരുവാണെങ്കിൽ പോലും. ഓൾസോ 1 hourൻ്റെ ക്യാനിൽ ഇപ്പോൾ ഉടനെ ക്ലോസ് ആവും. പുതിയ 4 hour ക്യാനിൽ ഇപ്പം 4 മിനിറ്റിനുള്ളിൽ ഫോം ആവുകയും കൂടെ ചെയ്യും. സോ വാച്ച് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഈ ബ്രേക്കർ വരെ വെച്ചിട്ടുള്ളൂ ഇവിടുന്ന് പ്രൈസ് എൻട്രി എടുത്തേക്കുന്നത്. 15 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാലും മാർക്കറ്റ് സ്ട്രോങ് ആയിട്ടാണ് റിവേഴ്സ് ചെയ്യുന്നത്. നോക്കണം എങ്ങനെ തിരിച്ചു വരുന്നത്. ചിലപ്പോൾ ഒരു ഡിപ്പ് കൂടെ താഴോട്ട് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഐ മൈറ്റ് ക്ലോസ്. സോ ഡോണ്ട് ചേസ് പ്രൈസ്. വെയിറ്റ് ചെയ്യുക. പേഷ്യൻസ് ആണ് ഗെയിം. സോ വെയിറ്റ് ചെയ്തിട്ട് നല്ല എക്സിക്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രം എൻ്റർ ചെയ്യുക, ഇല്ലെങ്കിൽ വിട്ടുക. ഇതൊരു 1.5 RRേ ഉള്ളൂ ഈ ട്രേഡ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വെക്കാം, എന്നിട്ട് ഇവിടുന്ന് പാർഷ്യലെടുത്താൽ മതി. ഇപ്പോൾ ഒരു 5 മിനിറ്റിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പിനകത്താണ് നിൽക്കുന്നത്. സോ മാർക്കറ്റ് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഡിപ്പ് ചെയ്യാൻ തിരിച്ച് കയറി പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഈ പാർഷ്യൽ എടുത്തിട്ട് തിരിഞ്ഞാൽ മതിയായിരുന്നു. ഇത് നമുക്ക് ഹോപ്പ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. വെയിറ്റ് ചെയ്യാം, എന്ത് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഒന്നും ബ്രേക്ക് ചെയ്യാൻ സ്റ്റേജ് ഇല്ല. ഈ ഒരു പാർഷ്യൽ ഇറക്കാതെ നമുക്ക് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. സോ ആ റിസ്ക് അക്സെപ്റ്റ് ചെയ്തിട്ട് തന്നെ ട്രേഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഡിസ്കൗണ്ടിനകത്തോട്ട് പ്രീമിയത്തിനകത്തോട്ട് കയറിയിട്ടുണ്ട്. ഡിസ്കൗണ്ടിൽ നിന്ന് മൂവ് ചെയ്ത് ഇക്വലിബ്രിയത്തിൻ്റെ തൊട്ട് മേളിൽ വന്നേക്കുന്നത്. ഇതാണ് OT വരുന്നത്. OT നമ്മുടെ ഫസ്റ്റ് പാർഷ്യലിൻ്റെ മേളിലും കൂടെയാണ് ഇരിക്കുന്നത്. സോ വി ഹാവ് ടു വെയിറ്റ്. സോ 1:1 എത്തിയിട്ടുണ്ട്. 535 ആയിരുന്നു SL. 600 നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, SL ഇച്ചിരി കുറവാണ്. 35 പിപ്പിൽ SL മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇത് 1 മിനിറ്റിൽ എൻട്രി എടുത്തോണ്ടാണ്. ഞാനിപ്പോൾ 5 മിനിറ്റ് എൻട്രി എടുക്കുവാണെങ്കിൽ ഇവിടെ ഒന്നും പോസിബിലിറ്റി ഇല്ല. ഈ ഒരു 5 മിനിറ്റ് ഇൻവേഴ്സ് ചെയ്യുന്നതിനും വരെ നമ്മളിവിടെ 1 hour റിയാക്ട് ചെയ്തുകൊണ്ടൊരു SMT ഉള്ള കൺഫർമേഷനും കൂടെ ഉണ്ട്. പിന്നെ ഓൾസോ 1 മിനിറ്റിൽ നമുക്ക് ചേഞ്ചിങ് സ്റ്റേറ്റ് തന്നിട്ടുണ്ട്. ചെറിയ ഇൻവേർഷൻസ് ഉണ്ടെന്നേ ഉള്ളൂ. കാരണം ഇവിടുന്ന് റിയാക്ട് ചെയ്യുന്നതനുസരിച്ച് ഇച്ചിരി റിസ്കി എൻട്രി തന്നെയാണ് ആ ഹൈ എടുക്കണമെങ്കിൽ. ബട്ട് വി ട്രൈഡ് ഇറ്റ്. സോ പുതിയ ക്യാൻഡിൽ ഇപ്പോൾ ഫോം ചെയ്യും 4 hour. 4 hourൻ്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് നോക്കി കഴിയുമ്പം ക്യാൻഡിൽ ക്ലോഷർ വെച്ചിട്ട് മാർക്കറ്റ് ആക്ച്വലി നല്ല ബുള്ളിഷാണ്. സോ ഐ എം എക്സ്പെക്ടിങ് പ്രൈസ് ടു ഡ്രൈവ് ഈവൻ ഹയർ. ആ ഒരു ഫസ്റ്റ് TP ഹിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ടാർഗറ്റ് റിമൂവ് ചെയ്യാം. എന്നിട്ട് എത്രത്തോളം റൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ബ്രേക്ക് ഈവനും കൂടെ ആക്കി കഴിഞ്ഞിട്ട് റൈഡ് ചെയ്യാം. അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. നമുക്ക് ഈ ഇതുവരെ കയറിയതിനകത്തുനിന്നൊന്നും കിട്ടാതെയും കൂടെ പോകും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സോ ഇവിടെ നിന്നും ഡൗൺ ക്ലോസ് ക്യാൻഡിൽസ് ഒന്നുമില്ല. ഇത് റിവേഴ്സ് ഇപ്പോൾ താഴോട്ട് റിട്രേസ്മെൻറ്റ് എടുത്താൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഈ 3 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ടാപ്പിൻ ചെയ്യാൻ പറ്റുമെന്ന് പറയാനുള്ള ചാൻസ് ഉണ്ട്. സോ വെയിറ്റ് ചെയ്യാം. അതായത് ഈ ക്യാൻഡിലിന് വിക്ലെസ് ക്യാൻഡിലാണോ? സോ അതിനൊരു വിക്ക് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ താഴത്തെ ക്യാൻഡിലും വിക്ലെസ് ആണ്. സോ റിവേഴ്സൽ പോസിബിലിറ്റി ഒന്നും ഇഗ്നോർ ചെയ്യാനുള്ള ചാൻസ് ഇല്ല. ഇപ്പം ഇവിടുത്തെ കേസിലാണെങ്കിൽ സിൽവർ നല്ല രീതിയിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് വന്നേക്കുന്നത്. ഈ ഒരു ഫുൾ ക്യാൻഡിൽ റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം ബുള്ളിഷാണ് സ്ട്രോങ്ലി. ആൻഡ് നമുക്ക് ഈ ഒരു 50% ലെവലിൻ്റെ താഴോട്ട് വരാതെ പ്രൈസ് റിയാക്ട് ചെയ്യണം.
അതാണ് ഞാൻ വാച്ച് ചെയ്യുന്നത്. 50% എന്ന് പറയുമ്പോൾ ഈ ഈക്വൽ ലോ ജസ്റ്റ് ഒന്ന് ടാപ്പിൻ ചെയ്തിട്ട് മൂവ് ചെയ്താലും ഓക്കെയാണ്. ആ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് ഈ ക്യാൻഡലിനകത്ത്. അതേ സെയിം കേസ് നമുക്ക് 4 hour ഈ ഒരു ക്യാൻഡലിനകത്തും എടുക്കാവുന്നതാണ്. ഒരു ഫുൾ 4 hour ക്യാൻഡലിൻ്റെ റേഞ്ച് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു 50% ലെവലിൽ താഴോട്ട് പ്രൈസ് പോവില്ല. കഴിഞ്ഞ 1 hourന്റെ ക്ലോഷർ നോക്കിക്കഴിഞ്ഞാൽ ബിയറിഷ് ആണ്, പക്ഷെ ഒരു കൺസോൾട്ടേഷൻ ക്യാൻഡിലാണ് ഫോം ചെയ്തേക്കുന്നത്. സോ ഏത് ഡയറക്ഷനിലേക്ക് അത് കൺഫർമേഷൻ ക്യാൻഡിൽ അല്ല, നമുക്ക് ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അതിനകത്ത് തന്നെ തരുന്നുണ്ട്. സോ വി ആർ ഓൾമോസ്റ്റ് ഹിറ്റിംഗ് അവർ ഫസ്റ്റ് TP. ഇത് ഹിറ്റ് ചെയ്താൽ നമ്മൾ ബ്രേക്കിനാകും. ആൻഡ് ഇപ്പോൾ ഒരു 50 minute ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. വാച്ച് ഓൺ ദാറ്റ്. ചിലപ്പോൾ ഇവിടെ നിന്ന് റിയാക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ 1 hourന്റെ റേഞ്ച് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മൾ പ്രീമിയത്തിനകത്ത് ഡിസ്കൗണ്ടിനകത്തോട്ട് വന്നിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇക്വിലിബ്രിയം ടാപ്പിൻ ചെയ്തതിന് ശേഷമാണ്, അതിവിടെ ഒരു 1 hourന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. സോ അതിന് ശേഷമാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഓക്കെ, നല്ലൊരു മാർക്കറ്റ് ആയിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്യാം. ഈ 30 minute ക്യാൻഡിൽ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടൊരു വിക്കും കൂടെ ഉണ്ട്. സോ വിക്കിനകത്ത് ആക്ച്വലി ഗ്യാപ്പ് എന്നാണ് പറയുന്നത്. വിക്ക് ഒരു ഗ്യാപ്പായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ മൈ കം ഡൗൺ ടു ദിസ് ലെവൽ. ഇതിനകത്തോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. വി റീച്ച് ഓൾമോസ്റ്റ് ടു അവർ ഫസ്റ്റ് TP. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഇവിടുന്ന് ഇതിപ്പം മണ്ടയിലേക്ക് ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പാർഷ്യൽസ് എടുക്കും. ഐ വിൽ ബി ക്ലോസിങ് ദിസ് വൺ ആൻഡ് ഇവിടുന്ന് തന്നെ പാർഷ്യൽസ് എടുത്ത് പോവുമായിരിക്കും. സംടൈംസ് നമ്മളൊരു ട്രേഡ് മിസ്സായാലും ചിലപ്പോൾ താഴെ വന്നിട്ട് റിവേഴ്സ് ചെയ്യാനുള്ള പോസിബിലിറ്റി നമുക്കൊരു വേറൊരു ട്രേഡ് കിട്ടും. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഡോണ്ട് ചേസ് ദ മാർക്കറ്റ്സ്. എനിക്ക് ഒരുപാട് ബേണിംഗ് സംഭവിച്ചിട്ടുള്ള ഒരു ഏരിയ കൂടെയാണ്. ഞാൻ ഒരുപാട് ബേൺ ഔട്ട് ആയതും ഈ ഒരു കേസിലാണ്. ഔട്ട് ഓഫ് ഫോമോ എനിക്ക് ആ ട്രേഡ് മിസ്സായല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ജസ്റ്റ് അതിനകത്തോട്ട് പോയി കയറും. അത് നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് തരും, പിന്നെ ഹാപ്പി ആകും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, പേഷ്യൻ്റ് ആയിട്ടിരിക്കുക. എന്നിട്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ കയറുക, ഇല്ലെങ്കിൽ വിട്ടുക. പിന്നെയും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ന്യൂയോർക്കിൽ വൈകിട്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എനിക്ക് അങ്ങനെ ഇഷ്ടംപോലെ നല്ല ഓപ്പർച്യൂണിറ്റീസ് മിസ്സായിട്ടുണ്ട്. ഈ ആഴ്ച ആണെങ്കിലും മിസ്സായിട്ടുണ്ട്. ബട്ട് ഐ ഡിഡ്ന്റ് ചേസ് ദ മാർക്കറ്റ്സ്. സോ ഈ ആഴ്ച എൻ്റെ പൈസ ഒന്നും പോയില്ല. സോ ഞാൻ രണ്ട് സൈഡിലായിട്ട് വാച്ച് ചെയ്ത് ശരിക്കും. എനിക്കിപ്പം ട്രേഡിംഗിൻ്റെ പ്രീമിയം ഒന്നും ഇല്ല. ഞാൻ ഇതുവരെ പൈസ കൊടുത്തത് വാങ്ങിച്ചിട്ടില്ല. ഐ ഡിഡ്ന്റ് ഹാവ് ദ മണി ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം ഒറ്റയടിക്ക് അത്രയും എമൗണ്ട് എൻ്റെ കയ്യിൽ നിന്ന് മാറുമെന്ന് പറഞ്ഞാൽ ടാസ്ക് ആയതുകൊണ്ട് ഞാൻ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാൻ പോയില്ല. അതുകൊണ്ട് അതിന് ഞാൻ കണ്ടുപിടിച്ച സൊല്യൂഷനാണ് ട്രേഡിംഗ് വ്യൂവിൻ്റെ ഡെസ്ക്ടോപ്പ് വേർഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് സ്പ്ലിറ്റ് സ്ക്രീൻ ആയിട്ട് യൂസ് ചെയ്യുവാണ്. ഐ തിങ്ക് ഇറ്റ് വർക്ക്സ്. ഇതിനകത്ത് വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഞാനിപ്പോൾ ഈ കർസർ കൊണ്ടുപോകുന്നതനുസരിച്ച് നമുക്കത് കാണാം. ഇപ്പുറത്തെ സൈഡിലും അത് വരുന്നത് കാണാം. സോ ഐ ഡോണ്ട് നീഡ് എ പ്രീമിയം ഫോർ ഇറ്റ്. പ്രീമിയം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിക്ക് ഇരിക്കും, അത് വേറെ കാര്യം. ആൻഡ് ഓൾസോ ഞാനിപ്പം എൻ്റെ ഐപാഡിനകത്താണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വുഡ് ബി മോർ ഹെൽപ്ഫുൾ ഇഫ് ഐ ഹാവ് പ്രീമിയം. ഫോണിനകത്താണെങ്കിലും പ്രീമിയം ഉണ്ടെങ്കിൽ, പക്ഷേ ഫോണിനകത്ത് ഞാൻ ട്രേഡ് ചെയ്യാറില്ല. സോ ഞാൻ മോസ്റ്റ്ലി സിസ്റ്റത്തിനകത്താണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഐ ആം ഓക്കെ വിത്ത് ദിസ് വേർഷൻ റൈറ്റ് നൗ. നിങ്ങൾക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല സിസ്റ്റം ഉണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ്സ് എ ബെസ്റ്റ് വേ ടു ട്രേഡ്. ഐ മീൻ നിങ്ങൾക്ക് രണ്ടും വാച്ച് ചെയ്താണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ, എൻ്റെ കേസിൽ ഞാൻ രണ്ടും വാച്ച് ചെയ്ത് ട്രേഡ് ചെയ്യില്ല. ഐ വാച്ച് ബോത്ത് സിൽവർ ആൻഡ് ഗോൾഡ് അറ്റ് ദ സെയിം ടൈം. കാരണം സോ SMT ഫോം ചെയ്യുന്നത് റിവേഴ്സൽസ് എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് ആക്ച്വലി SMT രണ്ട് കോറിലേറ്റഡ് പെയർസ് വെക്കുമ്പോഴത്തേനുമാണ്. സോ അതുകൊണ്ട് ഞാൻ അത് പേഴ്സണലി യൂസ് ചെയ്യുന്നത്. ഇഫ് യു ഹാവ് സം അതർ മോഡൽ ആൻഡ് ഇതിൻ്റെ രണ്ടിൻ്റെ ആവശ്യമില്ലെങ്കിൽ യു ഡോണ്ട് നീഡ് ടു യൂസ് ദിസ്. പക്ഷേ രണ്ട് ടൈം ഫ്രെയിം വേണമെങ്കിൽ കാണാനും ഇത് യൂസ്ഫുൾ ആണ്. ഞാനിപ്പം നിങ്ങളെ കാണിക്കാം. ഗോൾഡ് ഇപ്പം ഇത് 5 മിനിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 15 മിനിറ്റ് എടുത്ത് ഇവിടെ വെക്കാം. സോ ഹയർ ടൈം ഫ്രെയിമും അലൈൻ ചെയ്ത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇറ്റ്സ് യൂസ്ഫുൾ ആക്ച്വലി. ഞാൻ മെയിൻലി സിൽവറാണ് വാച്ച് ചെയ്യുന്നത്. ഞാൻ ഡോളറിനേക്കാളും കൂടുതൽ വാച്ച് ചെയ്യുന്നത് സിൽവറാണ്. ഡോളർ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്, ഡോളറിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണെന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ഡോളർ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ന്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ഡോളർ വാച്ച് ചെയ്യും. ന്യൂസ് ഇല്ലാത്ത ദിവസങ്ങളിൽ ആക്ച്വലി ഡോളർ വാച്ച് ചെയ്താൽ ഒരു ഡയറക്ഷൻ കിട്ടും. സോ ഇതിപ്പം ഗോൾഡിൻ്റെ കേസിൽ മാത്രമല്ല, കറൻസി പെയർ ചെയ്യുവാണെങ്കിലും യൂറോ USD, GBP USD ഇത് രണ്ടും കോറിലേറ്റഡ് പെയർസ് ആണ്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും കോറിലേഷൻസ് കണ്ടുപിടിച്ച് എവിടെ നിന്ന് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇതൊക്കെ കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം കിട്ടിയ തോട്ട്സ് ഒക്കെയാണ്.
എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു എങ്ങനെ SMT കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു. സോ പ്രാക്ടീസ് ഗൈസ്. എനിക്കത് നമുക്ക് ബ്രേക്ക് ഈവൻ ആക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ട്രിഗർ ആവുമെന്നറിയില്ല. ഇവിടെ സ്പ്രെഡ് ട്രേഡിങ്ങിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് കൂടുതലാണ്. സോ സ്പ്രെഡ് കൂടുതലായതുകൊണ്ട് നമുക്ക് ചില സമയത്ത് ട്രിഗർ ആകത്തില്ല. ജസ്റ്റ് പാർഷ്യൽ നമ്മൾ തന്നെ ഇറക്കേണ്ടി വരും. ഇപ്പം ഹൈ ഒന്നുകൂടെ എടുത്തിട്ടുണ്ട്. ഇതിവിടെ നിന്ന് ഇപ്പം തിരിയാനുള്ള ചാൻസ് ഉണ്ട്. സോ ഐ എം ജസ്റ്റ് പുള്ളിങ് ഔട്ട് മൈ പാർഷ്യൽസ് ഹിയർ. Oh shit. Yeah. I'm break even first and taking out partials. I'm closing 100. 100 നമ്മൾ ക്ലോസ് ചെയ്തു. ഇതിന് ഇവിടെ വേണ്ട. ഞാനിത് എക്സ്പെക്ട് ചെയ്താൽ ഇവിടുന്ന് ഒരു ഇങ്ങനെ കൺസൾട്ടേഷനും ആൻഡ് ഓൾസോ ഇവിടുത്തെ പ്രൈസ് ഡെലിവറി നോക്കി കഴിഞ്ഞാൽ ഇതൊന്നും ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ല. ഇതൊന്നും ചിലപ്പോൾ ഇപ്പോൾ റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ഇവിടെ 3 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. എനിവേ ഐ എം ഔട്ട്. പൈസ എടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ വി ആർ ബ്രേക്ക് ഈവൻ. ഇനി ഇത് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഇത് ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഇതിനി ഞാൻ ഇറക്കുന്നില്ല. ഒന്നെങ്കിൽ ബ്രേക്ക് ഈവൻ അല്ലെങ്കിൽ വി ഗെറ്റ് ദറ്റ് ഫുൾ ബുക്കിംഗ് ഹിയർ. സോ പ്രൈസ് 3 മിനിറ്റ് ഫെയർ വാല്യൂ നമ്മൾ മാർക്ക് ചെയ്ത് 3 മിനിറ്റിനകത്തോട്ട് വന്നു. 5 മിനിറ്റിനകത്തോട്ടും വന്നു. 5 മിനിറ്റ് ഇൻവേഴ്സ് ആയി ചെയ്തേക്കുന്നത്. സോ ഈ ഇൻവേർഷനകത്തോട്ടും കൂടെ പ്രൈസ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പ്രൈസ് റിയാക്ട് ചെയ്തു. സോ നമ്മുടെ SL ഒന്നും അടിച്ചിട്ടില്ല. നമ്മൾ ട്രെയിൽ ചെയ്ത് വെച്ചേക്കുന്ന SL ഹിറ്റ് ചെയ്യാതെയാണ് പ്രൈസ് ഇപ്പോൾ മൂവ് ചെയ്തേക്കുന്നത്. പക്ഷേ എത്രത്തോളം പോകുമെന്നറിയില്ല. സ്റ്റിൽ വി ആർ വാച്ചിങ്. നമ്മുടെ നേരത്തെ TP ഹിറ്റ് ചെയ്തേനെ ഇപ്പം. ബട്ട് ദാറ്റ്സ് ഓക്കെ. ചില സമയത്ത് അത് ഹിറ്റ് ചെയ്യാതെ തിരിയാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അതിനകത്ത് പാർഷ്യൽ ഇറക്കുന്നതാണ് ഏറ്റവും നല്ലത്. സോ ഇനി ഹൈയിലേക്ക് എത്തുമെന്ന് നോക്കണം. ഇവിടെ നമുക്ക് സ്ട്രോങ് ആയിട്ട് 3 മിനിറ്റ് ക്ലോസ് ചെയ്തേക്കുന്നുണ്ട്. ഇതിന് മണ്ടേ നമുക്ക് ക്ലോസ് ചെയ്തത് ഇപ്പോൾ ഒരു വാട്ടർ ബ്ലോക്ക് പോലെ ഫോം ചെയ്തിട്ടുണ്ട്. കൈൻഡ് ഓഫ് ആൻ OB ഹിയർ. ഇത് ഈ ഒരു OB ഹോൾഡ് ചെയ്യാൻ നോക്കണം. എന്നിട്ട് പ്രൈസ് മൂവ് ചെയ്യാൻ നോക്കണം. ഈ ഒരു റേഞ്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കൗണ്ടിനകത്ത് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല, ഈ റേഞ്ച് നമ്മൾ ഡിസ്കൗണ്ടിനകത്ത് ഇതുവരെ വന്നിട്ടില്ല. സോ ഒന്നര റിപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് കൂടെ നോക്കണം. ഇവിടെ വെച്ചാലും ഡിസ്കൗണ്ടിനകത്ത് വന്നിട്ടില്ല. സോ കാണ്ട് എക്സ്പെക്ട് മച്ച്. വിൽ വെയിറ്റ് ആൻഡ് സീ. സോ മാർക്കറ്റ് പിന്നെയും താഴോട്ട് വന്നു. ഞാൻ പറഞ്ഞ പോലെ ഡിസ്കൗണ്ടിനകത്ത് വരാതെ പോകത്തില്ല. സോ ഇൻ കേസ് ഇനി മാർക്കറ്റ് ക്ലൈംബ് ചെയ്യുവാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഇക്വലിബ്രിയം ടാപ്പൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു റേഞ്ചിൻ്റെ ഇവിടെ വരെയുള്ള റേഞ്ചിൻ്റെ ഇക്വലിബ്രിയം നമ്മൾ ടാപ്പൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇച്ചിരി കൺഫ്യൂസിങ് ആണ്. സോ വി മൈറ്റ് ബി സ്റ്റോപ്ഡ് ഔട്ട്. നോക്കണം. ഇവിടെ നമുക്ക് ക്ലോസ് ടു അവർ SL ഇത് താഴോട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ SL ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പ്രൈസ് വന്നു. ഭാഗ്യത്തിന് സ്പ്രെഡ് കുറവായതുകൊണ്ട് നമ്മൾ ഇറക്കി വിട്ടില്ല. ഇവിടെ ഒരു 5 മിനിറ്റിൻ്റെ ഒരു ഓർഡർ ബ്ലോക്ക് പോലെ ഫോം ചെയ്ത് നിൽപ്പുണ്ട്. അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതിനെ ബ്രേക്ക് ചെയ്ത് മേളിലേക്ക് ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്കതൊരു പോസിബിലിറ്റി, ഒരു ഹയർ പ്രോബിലിറ്റി നമുക്ക് ഫേവറബിൾ ആയിട്ട് വരത്തുള്ളൂ. ഇപ്പോൾ സിൽവറൊക്കെ നോക്കി കഴിഞ്ഞാൽ ഫേവറബിൾ ആണ്. നമുക്ക് മേളിലേക്ക് പുഷ് ചെയ്യേണ്ടതാണ്. പക്ഷേ വി ഹാവ് ടു വെയിറ്റ്. ഇതിൻ്റെ മേളിലേക്ക് ക്ലോസ് ചെയ്യണം. ആ 3 മിനിറ്റ് ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. 3 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഈ 3 മിനിറ്റിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ അപ്പർ ക്വാർട്ടറിൻ്റെ മേളിലേക്കാണ് പ്രൈസ് ഇപ്പോഴും നിൽക്കുന്നത്. സോ ഇവിടുന്ന് നമുക്ക് ഇതിപ്പം 50% മേളിൽ എൻകറേജ്മെൻറ്റ് വരച്ച് കഴിഞ്ഞാൽ 25% താഴോട്ട് പ്രൈസ് ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല ഇതുവരെ. സോ അതിൻ്റെ താഴെ ക്ലോസ് ചെയ്ത് 50% താഴോട്ട് ക്ലോസ് ചെയ്ത് ഇത് ഓൾമോസ്റ്റ് നമുക്കിട്ട് ഹിറ്റ് ചെയ്യാനുള്ള പ്ലാൻ ആയിരിക്കും. പക്ഷെ വെയിറ്റ് ചെയ്യണം. ഞാനിവിടെ ഒരു അലാറം വെച്ചിട്ടുണ്ട്. സോ ഇതിന് മേളിലേക്ക് ക്ലോസ് ചെയ്യുവാണെങ്കിൽ ഷെയർ വിത്ത് യു ഗൈസ്. അല്ലെങ്കിൽ നമ്മൾ ഇറക്കി വിടുവാണെങ്കിലും ഷെയർ വിത്ത് യു ഗൈസ്. ഇവിടെയും കൊണ്ട് അലാറം വെച്ചേക്കാം. ഏത് അത് അടിക്കും നോക്കാം. സോ ഈ അലാറം സെറ്റ് ചെയ്യുന്നതിൻ്റെ യൂസ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നീട് എപ്പോഴും ചാർട്ട് വാച്ച് ചെയ്യണം. വേറെ എന്തെങ്കിലും വീഡിയോസ് കണ്ടുവച്ചിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിരിക്കാം, ബുക്ക് വായിക്കാം. സോ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. വേറെ വർക്കൊക്കെ ചെയ്യണമെങ്കിൽ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയി ചെയ്താൽ മതി. അല്ലാതെ ഹിറ്റ് ചെയ്യുമ്പോൾ നോക്കിയാൽ മതി. എപ്പോഴും ഇതിനെ ഫ്രണ്ട് ചെയ്താലും ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. നമ്മൾ ഇതിനകത്ത് സ്ട്രെസ്ഡ് ആയിട്ടിരിക്കാൻ നല്ല ഉള്ളതല്ലാതെ വേറെ യൂസ്ഫുൾ സെനാരിയോസ് ഒന്നും അതിനകത്തില്ല. വെറുതെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് കളയേണ്ട ആവശ്യമില്ലല്ലോ. സോ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. അലാറം നിങ്ങൾ ഹിറ്റ് ചെയ്യും എക്സ്പെക്ട് ചെയ്യുന്ന സോൺസിലെല്ലാം തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. ഒരു 2-3 അലാറം വെക്കുക. എന്നിട്ട് ആ അലാറം ഹിറ്റ് ചെയ്യുമ്പോൾ മാത്രം വന്ന് പ്രൈസ് നോക്കിയാൽ മതി. സോ ദാറ്റ്സ് ദ ബെസ്റ്റ് ഓപ്ഷൻ ദാറ്റ് ഐ വുഡ് സജസ്റ്റ്. സോ വി ഗോട്ട് സ്റ്റോപ്ഡ് ഔട്ട്.
ബ്രേക്ക് ഇല്ലാത്തായിരുന്നു. സോ വി ഡിഡ്ന്റ് ലൂസ് എനിത്തിങ്. നമുക്ക് എടുക്കേണ്ട പാർഷ്യൽസ് എടുത്തു. നമ്മൾ ഈ ഹൈയിലായിരുന്നു ടാർഗറ്റ് വെച്ചിരുന്നത്, പക്ഷെ അവിടെ ഹിറ്റ് ചെയ്തില്ല. സോ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നതിന് ശേഷം അത് ഡിസ്റെസ്പെക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് പ്രൈസ് താഴോട്ട് പുഷ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ ഇനി ഇവിടുന്ന് കയറി പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കാം. ബട്ട് ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻവോൾവ്. ഞാൻ ഇനി ട്രേഡ്സ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് ഡെമോ ആണെങ്കിൽ ഇനി എക്സിക്യൂട്ട് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് എനിക്ക് ഇന്ന് രാവിലത്തേനുള്ളത് വേണ്ടത് എനിക്ക് എടുക്കാൻ പറ്റി. ഓൾസോ ഈ ഒരു റേഞ്ചിൻ്റെ ഇപ്പോഴും ഡിസ്കൗണ്ടിനകത്താണ് പ്രൈസ് നിൽക്കുന്നത്. ഇവിടുന്ന് വേണമെങ്കിൽ കയറി പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എനിവേ വി ആർ ഔട്ട് ഓഫ് ദിസ് ട്രേഡ് ആൻഡ് ഇതാണ് എൻ്റെ ഹോൾ ഇൻ ജനറൽ അനാലിസിസ്. ഞാൻ ഇങ്ങനെയാണ് വാച്ച് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ ഇങ്ങനെ വാച്ച് ചെയ്യും, ചില സമയം നല്ല അഗ്രസീവായിട്ട് കയറാൻ പറ്റുന്നുണ്ട്. ചില സമയം വെയിറ്റ് ചെയ്ത് പേഷ്യൻ്റ് ആയിട്ട് നമുക്ക് ലിമിറ്റ് ഓർഡറിൽ തന്നെ എൻട്രീസ് കിട്ടാനുള്ള പോസിബിലിറ്റീസും ഉണ്ടാകാറുണ്ട്. ഇന്നത്തെ കേസ് നോക്കുകയാണെങ്കിൽ താഴോട്ട് വന്നത് ഒരു 100 നമുക്ക് ഇവിടുന്ന് എൻട്രി കിട്ടുമായിരുന്നെങ്കിൽ നിയർലി 130 പിപ്പ് താഴോട്ട് കിട്ടിയേനെ. ആൻഡ് ഓൾസോ മേളിലേക്ക് മൂവ് ചെയ്തത് 130 പിപ്പാണ്. സോ നല്ല മൂവ് ആയിരുന്നു. വി ഗോട്ട് അവർ പാർഷ്യൽസ് ആൻഡ് വി ആർ ഡൺ. സോ യെസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ലണ്ടൻ സെഷൻ. ന്യൂയോർക്കിൽ ഞാൻ വീഡിയോ എടുക്കുമെന്ന് അറിയില്ല, ബട്ട് വീഡിയോ എടുക്കുവാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. And this is the whole general analysis that I do while I trade. So wishing you a great day today and happy trading.